கஃபே உள்ள போய் பேசலாமா? ஒரு நிமிஷம். எனக்கு இது மேரேஜில் செட் ஆகாது. ஏதோ எங்கள் வீட்டில் சொன்னதுனால தான் பார்க்க வந்தேன். எனக்கு உங்கள் டைம் வேஸ்ட் பண்ண வேணாம், அதான் நேர்லேயே சொல்லலான்னு இப்போ சொல்கிறேன். ஓகே, பட் எதுக்காகன்னு தெரிஞ்சுக்கலாமா? நான் பாஸ்ட் ரிலேஷன்ஷிப்பில் நிறைய ஹர்ட் ஆயிருக்கேன். அதை விட்டு நான் இன்னும் வெளியே வரல. ஓகே, ஒரு வாக் போயிட்டு கிளம்பலாமா? யூ டோன்ட் மைண்ட்? ஏன்னா நோ சொன்னப்புறம் ஒருத்தருக்கு ஒருத்தர் எப்படியும் பார்த்துக்க போகிறது இல்லை லைஃப் லாங். ஸோ எனிவேஸ், அங்கே ஒரு பார்க் இருக்குங்க, அங்கே போயிடலாம். என்னாச்சுங்க கையில்? அது ஒன்றும் இல்லைங்க. உங்களுக்கு பாஸ்ட் ரிலேஷன்ஷிப் ஏதாவது இருந்திருக்கா? இருந்துச்சுங்க. அதுலேருந்து எப்படி மூவ் ஆன் ஆனீங்க? கஷ்டமாக தான் இருந்துச்சு, பட் பாஸ்ட்லேருந்து மூவ் ஆன் ஆகிறது ஒவ்வொருத்தர் கையில் தான் இருக்குன்னு நினைக்கிறேன். ஏன்னா லைஃப் போயிட்டு தான் இருக்கும், யாருக்காகவும் நிற்காதுல்ல. ஏங்க மாங்காய் பிடிக்குமா உங்களுக்கு? பட் பாஸ்ட் இட்ஸ் நாட் ஈஸி. திடீர்னு உங்களுக்கு மெசேஜ் பண்ணுவோம், பழைய மெசேஜஸ், கால்ஸ், ஃபோட்டோஸ் இதெல்லாம் பார்ப்போம். ஹர்ட் ஆகிறது ஈஸியாக நடந்துடும். ஆனால் அதுலேருந்து வெளியே வர்றது... என்னாச்சுங்க? வந்ததுலேருந்து பார்த்துட்டு இருக்கேன், கை ஏதோ பண்ணிட்டு இருக்கீங்க. அது ஒன்றும் இல்லைங்க, அடிபட்டுச்சு. 2 நாள் ஆச்சு, இன்னும் சரியாகலை. அடிப்பட்ட இடத்துல திரும்பி திரும்பி போய் கை வச்சா அது அவ்வளோ சீக்கிரம் சரியாகாதுங்க. இது லைஃப்க்கும் பொருந்தும். பார்ப்போம். ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുന്ന ഒരു സാധനമാണ് അത്. കാരണം നമുക്ക് വേദനപ്പെട്ട സ്ഥലം നമ്മൾ വീണ്ടും 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 അത് ടച്ച് ചെയ്ത് അതിനെ തോണ്ടിക്കൊണ്ട് അതിനെ മൈൻഡ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്കത് വീണ്ടും കൂടുതൽ ഹർട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ലൈഫ് എന്തായാലും ഓടിക്കൊണ്ടിരിക്കും. അത് മൂവ് ഓൺ ആയി മുന്നോട്ട് ഓടണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ഓടണോ എന്നുള്ള പിന്നീടുള്ള ലൈഫ് നമ്മളെ കയ്യിലാണുള്ളത്. അപ്പം നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരാൾ പോയെന്ന് പറഞ്ഞിട്ട് അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കണോ, അതോ ആ സാധനം വിട്ടിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് അത് ഹീൽ ആവാനുള്ള സമയം കൊടുക്കണം. അത് ഓരോരുത്തരുടെ കയ്യിലാണ് സത്യം പറയാം. എന്നാലും ഇന്നലെ നീ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. സോറി. അവന്മാരെല്ലാരും കൂടെ ട്രിപ്പ് പോണെന്ന് പറയും. നീ പോണില്ലേ? ഞാൻ പോണില്ല. അതെന്താ? എന്റെ പൈസ ഇല്ല. അതിനെന്താ, അത് ഞാൻ തരത്തില്ല. ഇതില് കൊറേ മെസ്സേജ് കിടപ്പുണ്ടല്ലോ. ഇതില് ഈ രാഹുലും അർജുനൊക്കെ ആരാ? അത് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ. എന്നിട്ട് എന്താ ഇവർക്കാർ റിപ്ലൈ കൊടുക്കാതെ? ഞാനിത് അവർക്കൊക്കെ റിപ്ലൈ എടുക്കുന്നു. ഞാൻ എന്തിനും നിന്നല്ലേ. ഹലോ. ഓ എടി, ഞാനിവിടെ ഇല്ല, ഞാനേ കുറച്ച് തിരക്കില്ല. ആ ശരി. എടാ, ആരാ വിളിച്ചേ? അതാ ഓഫീസിൽ അനുവ, അവളെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലേ. എന്നിട്ടെന്താ നീ പോണില്ലേ? അല്ല, നിനക്ക് പൊസസീവ് ഒന്നും ഇല്ല? എനിക്ക് പൊസസീവ്നെസ്സാ. നീ അവളെ പോയി വിളിക്കാൻ നോക്കൂ. ഇടയി അവന്റെ ആകുമ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരുടെ സ്നേഹിക്കുന്ന ആളുടെ വായിന്ന് കേൾക്കാനായിട്ട് ഓരോ ആണുങ്ങളും ഇങ്ങനെ കൊതിക്കുവാണ് സത്യം പറയണമെങ്കിൽ. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അതിന് സോറി പറയുന്നതും പിന്നെ അതിന്റെ കാര്യങ്ങൾ കണ്ട് ആ ഒരു പോക്കിലേക്ക് കണ്ട് അതങ്ങ് വിടുന്നത് എന്നൊക്കെ പറയുന്നത് സത്യം പറയണമെങ്കിൽ ഓരോ ആൾക്കാരുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഓരോ ആൺകുട്ടികളുടെയും ഡ്രീമാണ് ഇത് സംഭവം.